ചേമ്പില, ചേമ്പിൻതാളം എന്നൊക്കെ നമ്മൾ പറയും. ആരോഗ്യകരമായ ഗുണങ്ങൾ ഏറെയുള്ളതാണ്. ഇതിൽ ധാരാളം വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ദഹനം സുഗമമാക്കുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇത് നമുക്കറിയാവുന്നതാണ്. കർക്കിടകത്തിൽ ഇത് കഴിച്ചാൽ ഗുണങ്ങൾ ഏറെയാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ചേമ്പിൻ താളം കൊണ്ട് ഞാൻ അവിയലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ സ്വാദിഷ്ടവും ഔഷധ ഗുണവുമുള്ളതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം ഞാൻ കുറച്ച് ചേമ്പിൻതാൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തണ്ടിലെ നാരൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ അവിയൽ കഷ്ണങ്ങളൊക്കെ അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഇത് ചീരച്ചേമ്പാണ്. ചില ചേമ്പുകളൊക്കെ ചൊറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉപ്പും പുളിവെള്ളവും ഉള്ള വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ ചൊറിച്ചിൽ മാറിക്കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഈ പുളിവെള്ളത്തിലൊന്ന് കിടക്കട്ടെ. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞൊന്ന് മാറ്റണം. നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്ത് പിഴിഞ്ഞ് വെക്കണം. ഇതിൻ്റെ അരപ്പിനായിട്ട് ആവശ്യത്തിന് തേങ്ങ, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, 2 ചെറിയുള്ളി, കുറച്ച് ജീരകം, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഈ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഞാനിവിടെ വാഴയിലിട്ട് മൂടി വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇവിടെ ചേമ്പുന്നാളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വേവ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇത് അധികം വേവിക്കേണ്ട. 2 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് തട്ടിപ്പൊത്തി വെച്ച ശേഷം ഒരു 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂകിയിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മുടെ ഔഷധ ഗുണമുള്ള ചേമ്പിൻതാൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.